വർഷങ്ങൾ കൊണ്ട് പരിചയമുള്ള എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത്, പ്രവാസിയായ എൻ്റെ ഒരു സഹോദരൻ. അദ്ദേഹം 10-25 വർഷം അദ്ദേഹവും കുടുംബവും വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം തിരുവനന്തപുരം സിറ്റിയുടെ ഒരു ഭാഗത്ത് അദ്ദേഹം ഗൾഫിൽ നിന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട കാശുകൊണ്ട് ഒരു 5 സെൻറ്റ് സ്ഥലം അദ്ദേഹം വാങ്ങി. സ്ഥലം വാങ്ങി പിന്നെയും ഒരു 5 വർഷം കഴിഞ്ഞ് 10-30 ലക്ഷം രൂപ അദ്ദേഹം വീടിനു വേണ്ടി സമ്പാദിച്ചു. പക്ഷെ വീടിൻ്റെ പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ 65 ലക്ഷം രൂപയുടെ മേളിൽ കാണാൻ സുന്ദരമായ ഒരു നല്ല വീട്. അങ്ങനെ വീടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് വീടിൻ്റെ പരിപാടി? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു 25 ലക്ഷം രൂപ ലോൺ എടുത്തു. തികയാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് 5 ലക്ഷം രൂപ കടവും വാങ്ങി. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, 1 വർഷം ആ വീട്ടിൽ അദ്ദേഹത്തിന് മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 1 വർഷം കഴിയുമ്പോൾ അദ്ദേഹം ആ വീട്ടിൽ നിന്ന് സർവ്വ സാധനങ്ങളുമായി ആ സഹോദരൻ പടിയിറങ്ങി. 2026 എൻ്റെ ആ സുഹൃത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അത് വിറ്റ് കടം തീർത്തിട്ടില്ല, കടം ഇനിയും ബാക്കിയുണ്ട്, എങ്കിലും കുറച്ച് സമാധാനമുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അരുതേ, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുതേ എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ പലിശയിലേക്ക് അടുക്കരുതേ എന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. 5 ലക്ഷം രൂപ കൈവശമുള്ള ഒരു വ്യക്തി, അയാളൊരു കാറ് വാങ്ങുമ്പോൾ 20 ലക്ഷം രൂപയുടെ കാറാണ് അയാൾ വാങ്ങുന്നത്. 50 ലക്ഷം രൂപ സ്ഥലവും വീടും വാങ്ങാൻ കഴിവുള്ള ഒരു വ്യക്തി 1 കോടി രൂപയുടെ വീട് വാങ്ങുകയാണ്. അവൻ്റെ കൈവശമുള്ള ധനവും കൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. 10 ലക്ഷം രൂപ ഒരു ബിസിനസ്സിലേക്ക് ഇറക്കുമ്പോൾ 10 ലക്ഷം രൂപയും ഇറക്കരുത്. ഒരു 7 ലക്ഷം രൂപ ബിസിനസ്സിലേക്ക് ഇറക്കിയിട്ട് ഒരു 3 ലക്ഷം രൂപയെങ്കിലും മാറ്റി വെക്കണം. 50 വയസ്സ് കഴിഞ്ഞ സഹോദരങ്ങളെ, പല രോഗങ്ങളും നമ്മൾ പിടികൂടും. രാത്രിയിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ കൈവശം ഒരു ചിരി മരുന്ന്